അപ്പൊ നമുക്ക് ഇനിയുള്ളത് കോസെറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലഗ്രാഞ്ച് തിയറം. അത് 2 പേപ്പർ വന്നിട്ടുള്ളൂ. ആ 2 പേപ്പറിൽ ഒരേപോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ലഗ്രാഞ്ച് തിയറം എന്താണ് ആൻഡ് പ്രൂവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുള്ള കൺസെപ്റ്റ് ആണ് കോസെറ്റ്. കോസെറ്റ് പറയണേക്കാളും മുന്നേ ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ജി ആണ്. ആ ഗ്രൂപ്പിന് എന്തുണ്ട്, ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് എച്ച്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജി എച്ചില് ഇല്ലാത്ത ജിയിലെ ഒരു എലമെന്റ് ആണ് എ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ജി. ദെൻ ഫോർ ഈച്ച് എ എലമെന്റ് ഓഫ് ജി എ എച്ച് ഈക്വൽ ടു, ഇതങ്ങനെ പറയണില്ല കേട്ടോ, ജിയിൽ ഇല്ലാത്തതാന്ന്. എന്താണ് ശരിക്കും അങ്ങനെയാണ് എടുക്കുന്നത്. എ എച്ചുകളുടെ കളക്ഷൻ സച്ച് ദാറ്റ് എച്ച് എന്ന് പറഞ്ഞ എച്ചിലെ എലമെന്റ് ആയിരിക്കും. ഇത് ഇപ്പൊ നമ്മൾ ഈ എനെ ആഡ് ചെയ്ത സ്ഥലം ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? നമ്മൾ ആഡ് ചെയ്ത് ലെഫ്റ്റ് ആയതുകൊണ്ട് ഇതിന് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നു. എച്ച് എ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറയുന്നു. എക്സാമ്പിൾ കണ്ട അറിയാൻ പറ്റും. ഇപ്പൊ അഡീഷന്റെ കേസ് ആണെങ്കിൽ എ പ്ലസ് എച്ച് എന്നും എച്ച് പ്ലസ് എ ആണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. അപ്പൊ നോക്കൂ, find all left coset of H 0, 4, 8 where H is a subgroup of set 12 plus 12. നമുക്കറിയാം സെറ്റ് 2ലുള്ള എലമെന്റ്സ് ആണ് 0 മുതൽ 11 വരെ ഒക്കെ ഇങ്ങോട്ട് എഴുതി. അപ്പൊ 0 എലമെന്റ് ഓഫ് സെറ്റ് 12 ആണല്ലോ. അപ്പൊ ഞാനിവിടെ ലെഫ്റ്റ് കോസെറ്റ് ആണ് ചെയ്യുന്നത്. 0 അഡീഷൻ മോഡുല് എച്ച് ചെയ്യാണ്. അപ്പൊ 0, 4, 8 എന്ന് കിട്ടി. അടുത്തത് 1 അഡീഷൻ മോഡുല് 12 വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 1, 5, 9 എന്ന് കിട്ടുന്നു. 2 അഡീഷൻ മോഡുല് 12 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 2, 6, 10 കിട്ടുന്നു. 3 അഡീഷൻ മോഡുല് 12 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു, 3, 7, 11 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ നോക്കൂ അല്ലെ, 0, 4, 8, 4 plus 1, 5, 8 plus 1, 9, 0 plus 1. അങ്ങനെ നമ്മൾ ഓരോന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാം കൂടി എടുത്തപ്പോ, എല്ലാ ലെഫ്റ്റ് കോസെറ്റുകളും കൂടി ഒരുമിച്ച് എടുത്തപ്പോ നമുക്ക് ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനെയും കിട്ടി. അതാ പറയുന്നത്, ഇഫ് വി ടേക്ക് കളക്ഷൻ ഓഫ് ലെഫ്റ്റ് കോസെറ്റ് വി ഗെറ്റ് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. അപ്പൊ ലഗ്രാഞ്ച് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കാം. ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണ്. വിത്ത് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ m ആണെങ്കിൽ m ഡിവൈഡ്സ് n എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയേക്കുന്നത്, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ m. ആദ്യം എന്ത് ചെയ്താൽ ജി ഈ തന്ന കാര്യങ്ങൾ എടുത്തേതാലോ, ഇത് തരില്ല കേട്ടോ. ഇത് നമ്മള് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലഗ്രാഞ്ച് തിയറം എന്നാണ് ചോദിച്ചത്, തരില്ല. ഇത് ബൈ ഹാർട്ടായി പഠിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആണ്. H be a subgroup of order, G be a subgroup of order n and H be a subgroup of order m. അതാ തിയറത്തിന്റെ പ്രൂഫിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു, എ എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തു. ക്യാപിറ്റൽ എ അല്ല കേട്ടോ, സ്മോൾ ലെറ്റർ എ. ഈ നോട്ടിൽ തെറ്റുണ്ട്. എ എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തു. അപ്പൊ ഞാന് എച്ച് ആയിട്ട് എച്ചിലുള്ള എലമെന്റ്സ്, ഇത് നേരത്തെ എച്ച് എന്ന് പറഞ്ഞ 0, 4, 8 എന്ന് പറഞ്ഞ പോലെ എച്ചിലുള്ള എലമെന്റ്സ് ആണ് H1, H2, H3, H3. ഇതിന്റെ ഓർഡർ എന്താണ്, എം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് എഴുതി, HM. അപ്പൊ ഇതിൽ എന്ത് പറയാം, എല്ലാ എച്ച് ജെകളെല്ലാം ഡിസ്റ്റിന്റ് ആണ് അല്ലെ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ അതിന്റെ ഓർഡർ എന്തായത്, എം ആയത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജെ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഇത് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി ഈസ് എന്ത് വരും, AH1, AH2, AHM നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം കാണിക്കേണ്ടത് ഇതെല്ലാം ഡിസ്റ്റിന്റ് എലമെന്റ്സ് ആണെന്നാണ്. അപ്പൊ AHI ഈക്വൽ ടു, സപ്പോസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം, സപ്പോസ് നോട്ട്. അതായത് ഇവരെല്ലാം ഡിസ്റ്റിന്റ് അല്ല. അപ്പൊ AHI ഈക്വൽ ടു AHJ എന്ന് കിട്ടും. അപ്പൊ ക്യാൻസലേഷൻ ലോ പ്രകാരം ഇതെന്താവും, HI ഈക്വൽ ടു HJ എന്ന് വരും. which is contradiction to HI not equal to HJ. അപ്പൊ എന്ത് ഉറപ്പായി, ഈ AHലുള്ള എല്ലാ എലമെന്റ്സും ഡിസ്റ്റിന്റ് ആണെന്ന് നമുക്ക് ഉറപ്പായി. ഇനി നമ്മൾ എന്താണ് കാണിക്കുന്നത്, എല്ലാം ഡിസ്റ്റിന്റ് ആണെന്ന് കാണിച്ചു. ഇനി G is a finite ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ഡിസ്റ്റിന്റ് ലെഫ്റ്റ് കോസെറ്റ് ഓൾസോ ഫൈനൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കി നോക്കൂ, ഇവിടെ എത്ര ഡിസ്റ്റിന്റ് ആയിട്ടുള്ള ലെഫ്റ്റ് കോസെറ്റുകൾ കിട്ടി. ഇവിടെ നമുക്ക് 4 എണ്ണാണ് കിട്ടിയത് അല്ലെ. അപ്പൊ അവിടെ എത്ര എണ്ണാന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇത് നമുക്ക് ഓർഡേഴ്സ് അറിയില്ലല്ലോ. അപ്പൊ അത് K ആണെന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു.
അപ്പൊ നമ്മൾ എന്ത് എഴുതി a1h. ഇപ്പൊ ആദ്യത്തെ 0 പ്ലസ് h പിന്നെ 1 പ്ലസ് അഡീഷൻ മോഡുലർ 12h അതിലെ ഏകളാണെന്ത് a1h. ഞാൻ പറഞ്ഞില്ലേ ഇതിനെ എങ്ങനെ എഴുതും 0h. ഇത് അഡീഷന്റെ കേസിൽ മാത്രമാണ് ഇതിനെ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ a1h യൂണിയൻ a2h യൂണിയൻ akh. ഓരോ ലെഫ്റ്റ് കോസത്തിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? m എലമെന്റ്സ് ആണ് ഉള്ളത് അല്ലെ? അപ്പൊ നേരത്തെ ഓരോ കോസറ്റിന്റെ ഉള്ളിലും എച്ചിൽ എത്ര എലമെന്റ് ആണ് ഉള്ളത് അത്ര തന്നെയുള്ള എലമെന്റ്സ് ആണ് ഓരോ കോസറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് m, ഇത് m, ഇത് m. എത്ര വട്ടം m വന്നു? k ടൈംസ് നമുക്ക് m വന്നു. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഈക്വൽ ടു km. k ഈസ് ആൻ ഇന്റീജർ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് നമുക്ക് ഉറപ്പാണ് m ഡിവൈഡ്സ് n ആണ്. ഇത്ര പ്രൂവ് ചെയ്യാനുള്ളൂ. 5 മാർക്ക് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിക്കുന്ന പകരം നമുക്ക് 3 പ്രൂഫുകൾ ഉണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തും കൂടി നല്ല മാർക്കിന് 5, 6 ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ നല്ല മാർക്ക് എന്ന് പറയാൻ അതാണല്ലോ ഉള്ളൂ. അപ്പൊ അതില് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ലഗ്രാഞ്ച് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അടുത്തത് എന്താ പറയണ? ഓർഡർ ഓഫ് എനി എലമെന്റ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓർഡർ ഓഫ് എച്ച് സബ് ഗ്രൂപ്പ് ആരെ ഡിവൈഡ് ചെയ്യും? ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പറയാൻ പോണത് ഓർഡർ ഓഫ് എനി എലമെന്റ്. ഇപ്പൊ നമ്മള് -1ന്റെ ഓർഡർ എന്ത് കണ്ടിട്ടുണ്ട്? 1 ആന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം 2/4 അത് നടക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓർഡർ ഓഫ് എനി എലമെന്റ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്തെടുത്തു? ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എ എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തു. ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് എം ആന്ന് എടുത്തു. ഓക്കെ, ഓർഡർ ഓഫ് എ എം എന്ന് പറഞ്ഞാൽ a⁻m നമുക്ക് ആരെ കിട്ടുന്നത്? ഐഡന്റിറ്റീനെ കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാ എച്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എയുടെ എല്ലാ പവേഴ്സും അപ് ടു m വരെ a², a³ എക്സെട്ര a⁻m ഈക്വൽ ടു e വരെ എടുത്തു. അപ്പൊ ഇവിടെ ഓർഡർ ഓഫ് എച്ച് നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത്? m ആണല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് എന്തുണ്ടായി? ഈ എച്ച് എന്ന് പറയുന്ന ആള് ഒരു therefore h is cyclic സബ് ഗ്രൂപ്പ്. കാരണം എന്താ? അത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ഇങ്ങനെ എല്ലാ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ് ഗ്രൂപ്പ് ആവും ചെയ്യും. ഇവിടെ എല്ലാ എലമെന്റ്സ് എ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സൈക്ലിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എകളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ബൈ ലഗ്രാഞ്ച് തിയറം നമുക്ക് എന്താവും? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞു. ഇവിടെ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞ m ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. എന്നിട്ട് ആ തന്ന ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതുക. ഓർഡർ ഓഫ് എനി എലമെന്റ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എഴുതി അത് അവസാനിപ്പിക്കുക. ഇതിന്റെ തന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് കണ്ടോ? ആകെ ഇത്ര ലൈനുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ലഗ്രാഞ്ച് തിയറം 5 മാർക്ക് 6 മാർക്കിനൊക്കെ വരുമ്പോ ലഗ്രാഞ്ച് തിയറം ഇതിനെന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയണ? ജി ഈസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n. a⁻n എന്ന് നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നുണ്ട് ഫോർ എനി എ എലമെന്റ് ഓഫ് ജി. അപ്പൊ ജിയുടെ എ എലമെന്റ് ഓഫ് ജി ആണല്ലോ അല്ലെ? അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്ന ജിയുടെ ഓർഡർ ആണ് എന്ത്? ഓർഡർ ഓഫ് ജി ഈക്വൽ ടു n. അപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണെങ്കിൽ ഏത് എലമെന്റ് raised to 4 പറഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടും എന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് പ്രൂവ് ചെയ്യാം? ഇപ്പൊ സപ്പോസ് ഓർഡർ ഓഫ് എ ഈസ് m. അപ്പൊ നമ്മൾ -1² ഈക്വൽ ടു 1 ഓർഡർ ഓഫ് -1 2 ഉള്ള പോലെ അതാണ് നമ്മുടെ m. കണ്ടോ? ഓർഡർ ഓഫ് എ ഈസ് m. അങ്ങനെയാണെങ്കിൽ a⁻m നമുക്ക് എന്തിനെ കിട്ടണം? ഐഡന്റിറ്റീനെ കിട്ടണ്ടേ? ഇപ്പൊ തന്നെ നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓർഡർ ഓഫ് എനി എലമെന്റ് ഈസ് ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് ഇല്ലേ? ഇതിന്റെ എയില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? n ഈക്വൽ ടു km, k ഈസ് എൻ ഇന്റീജർ എന്ന് പറയാം. അപ്പൊ അവിടെ ബൈ ലഗ്രാഞ്ച് തിയറം എന്നും കൂടി പറയണം. അപ്പൊ എന്ത് കിട്ടും? a⁻n ഈക്വൽ ടു a⁻km ഈക്വൽ ടു എന്ത് വരും? a⁻m ന്റെ വാല്യൂ ആണ് എന്ത്? ഐഡന്റിറ്റി അല്ലെ? a⁻m into k
എ റേസ് ടു എമ്മിന് പകരം നമുക്ക് ഇ എന്ന് എഴുതാം. ഇ റേസ് ടു കെ ഈക്വൽ ടു ഇ കിട്ടി. ഇനി അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത് എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് പി ആണ്. നമുക്ക് ആദ്യം എ നോട്ട് ഈക്വൽ ടു ഇ എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യണത്? എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി ഒരു സൈക്ലിക് ആണ്, ജിക്ക് ജനറേറ്റർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എടുക്കാണ് എച്ച് ഈസ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ഈ പ്രൂഫിന്റെ അവസാനത്തിൽ ഞാൻ എന്ത് പ്രൂവ് ചെയ്യും? ജി ഈക്വൽ ടു എച്ച് എന്നിലേക്ക് എത്തും ഞാൻ. ബൈ ലഗ്രാഞ്ച് തിയറം നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് പറയാലോ. ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ് ഓർഡർ ഓഫ് ജി. ഇവിടെ എന്താണ്? ഈ സാധനം പ്രൈം ആണ്. പ്രൈം ആണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, അതിന് രണ്ട് ഡിവൈസസ് ഉള്ള, ഒന്ന് 1 ഒന്ന് പിയും. അപ്പോ ഓർഡർ ഓഫ് എച്ച് ഈക്വൽ ടു 1 ഓർ പി. അപ്പൊ ഓർഡർ ഓഫ് എച്ച് ഒരിക്കലും 1 ആവില്ല. കാരണം എന്താണ്? അങ്ങനെ വരണമെങ്കിൽ എച്ച് ഐഡന്റിറ്റി ആവണം. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ എടുക്കുന്ന ആള് എടുക്കുന്ന എലമെന്റ് ഐഡന്റിറ്റി അല്ലാത്തത് കൊണ്ട് അത് ഓർഡർ ഓഫ് എച്ച് ഈസ് നോട്ട് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പോസിബിൾ ആയ കാര്യം ഓർഡർ ഓഫ് എച്ച് ഈക്വൽ ടു പി ആണ്. ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡർ പി, അതുപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പിന്റെ ഓർഡർ പി ആണെങ്കിൽ അവരെന്തായേ പറ്റുള്ളൂ? ജി ഈക്വൽ ടു എച്ച് ആയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് എച്ച് എന്ന് പറയുന്നത് ആള് സൈക്ലിക് ആണ്, അപ്പൊ ജി സൈക്ലിക് ആയേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രൂഫ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ്, അതാണ് ലഗ്രാഞ്ച് തിയറം. അടുത്തൊരു തിയറം വരുന്നുണ്ട്, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി.